ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് കുറേ വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സംതിങ് ഞാൻ ഒരു സംഭവം എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഫുള്ള് കാണും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇൻട്രോ എടുക്കാൻ പറഞ്ഞേ, അപ്പം ഇൻട്രോ ഇപ്പോൾ എടുക്കുന്നുള്ളത്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാ. അത് ഞങ്ങൾ ചേജാമു എണിച്ചിട്ടുണ്ട്. ചേജാമുൻ്റെ ഉപ്പ ബോധമില്ലാത്ത കേട്ടിട്ട് ഒരുങ്ങുന്നുണ്ട്. കിർമ ഷെയ്റ 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 ഒരു സാധനം വിളിക്കുന്നതിന്റെ ഷെയ്റ ഷെയ് 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 ഷെയ്റ സമയം എത്രയായി അറിഞ്ഞില്ല എനിക്ക്. ഷെയ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിലോ ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗ് എടുക്കാണ്. ഡെയിലി എന്ന് പറയാൻ ഇപ്പോൾ ഏകദേശം ഉച്ചയായി. അപ്പോൾ ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വ്ളോഗ് ആയിട്ട് ആണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞ് ചോറ് റെഡി, കറീസ് റെഡി, പിന്നെന്ത് റെഡി, പിന്നെ അതിലേക്ക് തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും ഇല്ലാതെ നമുക്കൊരു മജ ആകുന്നില്ല. അപ്പോൾ തൊട്ട് കൂട്ടാൻ നല്ല മുട്ട ഓംപ്ലേറ്റും ഉണക്ക് സ്രായില്ലേ അതും ചെയ്തെങ്ക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് മുട്ട ഇടണം. മുട്ട ഇട്ടിട്ട് അതിലാണ് ബാക്കിയെല്ലാം. മുട്ട ഞാൻ ഇടുന്നതല്ല, കോഴി ഇട്ടിട്ട് അത് നമ്മൾ ഓൾറെഡി പാക്ഡ് ആൻഡ് അങ്ങനെ മുട്ട ഓംപ്ലേറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലില്ലേ എൻ്റെ ചെറിയൊരു റിയാക്ഷൻ വീഡിയോയും കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ഈ ഡെയിലി വ്ളോഗിൻ്റെ ഒക്കെ അത് ഇരിക്കട്ടും വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഉണക്ക സ്രാവ് നമ്മൾ കഴിക്കലുണ്ട്, പക്ഷെ ഉണക്ക സ്രാവ് ഉണ്ടാക്കിയത് ഇന്നലെയാണ്. അപ്പോൾ അത് ചൂടാക്കാനാണ് പണി ഉണ്ടായിരുന്നത്. പിന്നെ ഓംപ്ലേറ്റ് ഇനി ചെയ്യാത്ത കഴിച്ചെല്ലാം കാലത്ത് ഓംപ്ലേറ്റ് ആക്കിയത്. അങ്ങനെ ഉപ്പെല്ലാം ഇട്ടിട്ടെല്ലാം സെറ്റാക്കുന്നുണ്ട്. ഓംപ്ലേറ്റ് ആക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആ പണി ഞാൻ ഏറ്റെടുത്ത് പ്രോബ്ലം ഇല്ല, ഞാൻ ആക്കാന്ന് ചൊല്ലി. അങ്ങനെ ഞാൻ അടുപ്പെല്ലാം കത്തിച്ചിട്ട് അതിലേക്ക് മുട്ടൻ്റെ ഇതെല്ലാം കലക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് കറിയെല്ലാം ഉണ്ടാക്കാനില്ലേ അങ്ങനെ വലിയ രീതിയിൽ അറിയുന്നില്ല. സ്പെഷ്യൽ കറിയല്ലേ ഇല്ല, ഞാൻ യൂട്യൂബ് നോക്കിയിട്ടെല്ലാം ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഈ ബേളെ അങ്ങനത്തെ മീൻ കറി അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ അറിയുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനി എല്ലാം പഠിക്കണം. ഈ പഠിക്കാത്ത എപ്പോൾ ഞാൻ എന്തും അറിയുന്നില്ല ആയാലും ഒരു മജ ആകുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഞാൻ പഠിക്കുന്നതും നിങ്ങൾക്ക് വീഡിയോ എല്ലാം ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അതിൻ്റെ ഇടയിൽ അങ്ങ് ദാഹിച്ചുപോയി. അങ്ങനെ കുറച്ച് വെള്ളമെല്ലാം കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നല്ല ചൂട് കറി, വേളക്കറിയും ചോറും മുട്ടക്കാച്ചിയും ഉണക്ക സ്രാവും ഇതെല്ലാമാണ് ഇന്നത്തെ ഞങ്ങളെ ലഞ്ച് ഉണ്ടായിരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. ഞാൻ എല്ലാവർക്കുള്ള ചോറ് വിളമ്പിയിട്ട് ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ദാൽ കറി വെക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഇങ്ങനെ എനിക്ക് ഉമ്മ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന നാടന് ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഇടയിൽ ഉപ്പ ഷസാമിനെ മെല്ലെ കളിപ്പിക്കുന്നുണ്ട്. പിള്ളേർക്കില്ല ഇപ്പോൾ പനി വന്നിട്ടുണ്ട്, രണ്ടാൾക്കും ഇപ്പോൾ പനീൻ്റെ ആ ഒരു ഇതിലാണുള്ളത്. ഷസ്ലാനും ഷസാമും രണ്ടാൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇപ്പോൾ കുറയുന്നുള്ളത്. അങ്ങനെ ഞാൻ ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്. ചോറും പിന്നെ അതിലേക്ക് സ്രാവ് അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഓംപ്ലേറ്റും അതും കൊണ്ടുവച്ച്. പിന്നെ അച്ചാർ അതെനിക്ക് എങ്ങനെ വേണോ അച്ചാറില്ല നമുക്ക് എന്തോ ഒരു കരക്കര. ഞാൻ നല്ലോണം അച്ചാർ കൂട്ടുന്ന കൂട്ടത്തിലല്ല, മാത്രം ഞാൻ തോന്നുമ്പോൾ കൊരിസെങ്കിലും ഇല്ല അച്ചാർ എന്നൊരു പേര് വേണം. ഷെസ്ലാൻഡ് ബായിക്ക് ഇട്ട് കൊടുക്കാതെ ഞാൻ നിൽക്കുന്നുള്ള ഫുഡ് കൊടുക്കാലിട്ട് ഓനിങ്ങനെ ബാണ്ടാന്നെല്ലാം കാണിക്കും. പക്ഷെ ഓനില്ല തിന്നാത്ത നിന്നിട്ട് ഓൻ്റെ തടിയാകെ പോയിന്, ഭയങ്കര മെലിഞ്ഞിട്ട് ഇതായിന്. അപ്പം എന്നെ പറയുന്നു പോരെന്ന് നേരെ ഫുഡ് കഴിക്കാൻ കൊടുക്കണം. ഞാൻ കഴിക്കാൻ കൊടുക്കായിട്ടല്ല, മാത്രം ഓന് മേങ്ങുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ബനാന്ന് ഇങ്ങനെ നല്ലോണം തള്ളുമ്പോൾ എന്നെ മൈൻഡേ ആക്കുന്നില്ല.
ചോറിന്നറാ ചോറിന്ന സാറിന് ഇവിടെ എന്താ കാര്യം? പൂച്ച സാർ ഇത് തൂന്നാ പച്ചല മുത്ത, ഇത് ഉണക്ക് മീന്. മിക്കി നോ മിക്കി, നിങ്ങൾക്കുള്ളത് എന്തും ഇല്ല മുത്ത. ഓ അത് മിക്കി വന്നിട്ടില്ലതുമ്മാ. ഞാൻ കഴിഞ്ഞിട്ടുള്ള വിശേഷം കാണിക്കുക, കാരണം നല്ലോണം വിശന്ന്. ഇറ്റ്സ് ടൈം 3:30. വിശപ്പിൻ്റെ അങ്ങേറ്റമായിപ്പോയി. അപ്പോൾ ഞാൻ തുന്നോർന്ന്. അപ്പോൾ ഈ കണ്ടിനല്ലോ അച്ചാറ്, ബളക്കറി, ചോറ്, ഉണക്ക് കാച്ചി എസ്റ്റഡേയ്സ്. അത് വേണമെങ്കിൽ മാത്രം കൈക്കാലത്ത് ഞാൻ വെച്ചത്. പിന്നെ മുട്ട. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്നാ ബൈക്ക് എടുത്ത് ആണ്ടിലേക്കോ ചോറ് മേങ്ങിയെങ്കായി ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് മാറിയിരുന്നു. എനിക്ക് പനിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പിക്കറാണ്. മുട്ട വേണം, അതാ മുട്ട തരണോ അമ്മ? ഉപ്പ പാലോട് ചോദിക്കും. തരാ നീ തോന്നു. അങ്ങനെ നമ്മൾ ഷെയിൻ്റെ ആടെല്ലാം പോയിട്ടുണ്ടായിന്. ഷെയിൻ്റെ ആടെ നല്ല ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ഒന്ന് പുറത്ത് അങ്ങനെ അങ്ങ് പുറത്തിറങ്ങി. ഷെയറിൻ്റെ ആടെ പോയിട്ടുണ്ടായിന്. അങ്ങനെ എന്തെങ്കിലും ചായ എല്ലാം കുടിക്കാലിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കമന്റ് ആക്കണം. പിന്നെ ഇനിയിപ്പൊ ഈ വീഡിയോന്റെ താഴെ എന്തായെങ്കിലും ചെല്ലുവോ പാർട്ട് 4 അപ്ലോഡ് ആക്കുന്നത്. അപ്പൊ നീ അതിന്റെ വീഡിയോ കണ്ടിനാ? അതിന്റെ കഥ അറിയുമല്ലോ നിങ്ങക്ക്. അതന്നെ പാർട്ട് 3 വരെ ഉള്ളതും എല്ലാ പാർട്ടും നിങ്ങക്ക് അറിയല്ലേ. നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് കുറിച്ചിട്ട്? അങ്ങനല്ല, അതിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ കഴിഞ്ഞു പോയ അവസ്ഥ അതല്ലേ ഞാൻ അപ്ലോഡ് ആക്കിയത്. നീ പറയുന്നത് അവൻ അറിഞ്ഞിട്ടല്ലോ ഗൈസ് വിഷയം പറയുന്നുള്ളത്. അപ്പോ ഇപ്പൊ കുറച്ചു കോൺട്രവേഴ്സീസ് നമുക്ക് ഇങ്ങനെ പുറത്ത് നാടിനടുത്തായിട്ടല്ല കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനോട് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ, റിയാക്ടിങ് വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ പറയുന്നുണ്ട് എന്തിന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്ത്, എന്തിന് നമുക്ക് ആർക്കില്ലാത്ത പ്രശ്നങ്ങളുമായിട്ടാണ് പുതിയൊരു പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ പ്രശ്നമുള്ള ആള് ഒന്ന് കമന്റ് ചെയ്യാം. എന്തിന് നമ്പർ പ്രശ്നം പരിഹരിച്ചു കൊടുക്കും. പിന്നെ കൊറേ ആളെ ചെല്ലല്ലേ എന്തിനിപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കി. ഞങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നത്തിൽ നിങ്ങക്ക്. പിന്നെ കൊറേ ആള് ചെയ്യല്ലോ ഇത്. ഞാൻ കരിഞ്ഞിന് വീഡിയോയില് കരിഞ്ഞിട്ടല്ല എന്തിനു വീഡിയോ എടുക്കുന്നത്. അങ്ങനൊന്നും അല്ല. എന്തിനങ്ങനല്ല ചെല്ലുന്നത്? അങ്ങനൊന്നും ഇല്ല. ചാലഞ്ച് ബുക്ക് അങ്ങ് കരിയാൻ കഴിയല. അതായത് എന്റെ അവസ്ഥ ഇങ്ങനെ ഓർക്കുമ്പോ എനിക്ക് കരച്ചില് വന്ന. ഇപ്പൊ നിങ്ങൾക്ക് അത് കരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണോ? അല്ല, നിങ്ങൾ ഇരുന്നിട്ട് കരിഞ്ഞോ തന്നെ അല്ലേ? നിങ്ങൾ കരിഞ്ഞോ? നാളെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടോ, പ്രശ്നമില്ല, ഞാൻ എന്ത് ചെല്ലല്ല, നിങ്ങൾ ഇട്ടോ. പിന്നെ കൊറേ ഊളകള് കൊറേ ഊളകള് ഓരോരാൾക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നില്ല അതെന്ത് കഥ ഇതെന്ത് കഥ. ആർക്കും വിളിക്കണ്ട, എന്റെ നമ്പറിലേക്ക് വിളിക്കി എന്നോട് ചോദിക്ക. ആവേല എനിക്ക് വിളിക്ക് ഡയറക്റ്റ്, എന്നോട് ചോദിക്ക എന്ത് കഥയെന്ന്. അല്ലാത്ത ഓർക്കെന്തായി വേറെ ആൾക്ക് വിളിച്ചെങ്കിൽ ഓർക്കെന്താ കഥ അറിഞ്ഞ. ഓർക്കറിയുന്ന അറിവില്ലെങ്കില് എന്റെ ഈ പാർട്ട് 3 വരെ നോക്കി അറിവേ ഉണ്ടാവും. ഞങ്ങക്ക് ഉണ്ട് എല്ലാം. നീ എന്തിനടക്കിടക്ക് സബ്സ്ക്രൈബ് കൊണ്ടുവരുന്നതൊക്കെ അറിയാത്തത്. ഓ ഞാകറി നീ 2-3 കഥ ഒരത് ചെല്ലിക്കോണ്ട്. അപ്പൊ ഞാനിത് പറയണോന്ന് വിചാരിച്ചില്ലെങ്കിൽ വീഡിയോ ചെയ്യണോന്ന്. ഏത് ഊളകളാട്ട് അതിൽ വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഊളകള് നേരെ അങ്ക് മെസ്സേജ് അയക്കണം, അങ്ക് കോൾ ആക്കണം, എന്നോട് ചോദിക്കണം. അല്ലാത്ത ഓർക്കും ചോർക്കും വിളിച്ചൊന്നും നിങ്ങൾക്ക് അറിയുന്ന കഥയല്ല. ഇങ്ങനെ നിങ്ങൾ വിളിച്ചിട്ട് ചെല്ലി ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടണ്ടാന്ന് ചെല്ലിയെങ്കിലും ആ ഉളകൾക്കുള്ള മറുപടിയാണ് ഞാൻ വീഡിയോ നിർത്തല. അതുകൊണ്ട് നിങ്ങൾ ബിസ്യം പറയുന്നത് ശരി ചെല്ലേ പറഞ്ഞോണ്ട് നിക്കട്ട് ഞമ്മ ചെയ്തോണ്ടോ. അപ്പോ
ആ വീഡിയോ ഇട്ടതിനെ പറ്റിയിട്ട് കുറെ വിമർശകർ എന്താ പറയാ കുറെ പ്രശ്നത്തിലാണുള്ളത്. അപ്പൊ ഞമ്മക്കൊരു പ്രശ്നം, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, പ്രശ്നമുള്ള ആൾക്ക് മാത്രം പ്രശ്നം. അത് ഞാന് ഓനോട് ചെയ്ത് ഞാൻ എന്നെ പറഞ്ഞത്, ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടില്ല കാരണം ഞാൻ എന്റെ ലൈഫിൽ അനുഭവിച്ചത് ആ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഓനോട് ചോദിച്ച് എന്താക്കണോട് എണ്ണാന്ന്, അപ്പൊ ഓന് പറഞ്ഞത് ആ ഇട്ടോ. ഓരോരോ ലൈഫിൽ നടന്ന കഥ ഇടുന്നത് അത്ര വലിയ കഥ ഒന്നല്ല അല്ല. അപ്പൊ ഓപ്പണായിട്ട് നമ്മളെ വായി തന്നെ പറയുമ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ അറിയല്. ബാക്കിയുള്ള ആളത് പറയുമ്പോഴേക്ക് അതൊരു റൂമർ, അത് വേറെ എന്തെല്ലാം എക്സ്ട്രാ ആഡ് ആയിട്ട് മസാല സ്പൈസ് എല്ലാം ആഡ് ആയിട്ടാണ് പുറത്തേക്ക് എല്ലാ കഥ എത്തല്. എന്റെതും അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നമ്മൾ തന്നെ പറയുമ്പോ ആൾക്കാർക്ക് അറിഞ്ഞ് എന്ത് കഥയാണ് അതിന്റെ ബാക്കിയുള്ള. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകൾ നടന്നത്. ഓനോട് ഞാൻ റിലേഷന് ആയിട്ട് 2 ദിവസം കഴിയുമ്പോ ഞാൻ ഈ കഥ ചെല്ലിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലോ. അപ്പൊ നിനക്ക് എന്ത് ഫസ്റ്റ് ഫീൽ ആയത്? ഫസ്റ്റ് ഫീൽ ആയത് വെച്ചെങ്കിൽ ഇതിപ്പോ ഒരാളെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കഥ, അതിപ്പോ അത് നമ്മളെ റിലേഷനിൽ ഒരു ബാധിക്കുന്ന ഒരു കഥ ഒന്നല്ല. ഞങ്ങൾക്കത് നോർമലായിട്ടേ തോന്നിയിട്ടുണ്ട്. വലിയൊരു ആനക്കഥ പോലെ ഞാൻ സീരിയസ് ആയിട്ട് ഓനോട് പറയുമ്പല്ലേ ഇത്ര ഇതാവില്ല ആനക്കഥാക്കിയതെന്ന് ഓൻ അങ്ങനെയാണ് എന്നോട് ചെല്ലിയത്. അപ്പൊ ഓനങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുമ്പോ കണക്കും ഭയങ്കര സന്തോഷായി. ഓനിക്കിതൊന്നും ഒരു കഥയല്ല, ഓനിക്കിതൊന്നല്ല. ഞാനൊരു തിരിച്ചോ ഒരു കഥയോ നമ്മളെ തലക്ക് ബാധിച്ചൂടാ. ആരൊക്കെ ചെന്ന് തിരിച്ചോ അല്ല നിന്റെ ഓൾ ഒളിച്ചോടിയിട്ട് പോയിന്ന്. ഓക്കെ അത് പറയാ, ഒളിച്ചോടിയതല്ലേ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒലിച്ചൊല്ലി കാരണം ഓരോന്ന് കഥയെ തലക്കെടുക്കല. ഓന്റെ പാസ്റ്റിലും ജീവിക്കല ഫ്യൂച്ചറിലും ജീവിക്കല അല്ലെ, പ്രസന്റിലാണ് ജീവിക്കല്. പാസ്റ്റില് നമുക്ക് എനിക്ക് പോകാൻ പറ്റില്ല, ഫ്യൂച്ചർ ഉണ്ടായില്ലേന്നേ നമുക്കറിയാല. അപ്പൊ ആകെയുള്ളത് ഈ മൊമെന്റ് ഇപ്പൊ ഈ ഒരു സെക്കൻഡിലാണ് ഒരിക്കലും. നമ്മ ഇപ്പൊ കഴിഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടും ടെൻഷൻ അടിക്കും, വരാൻ പോകുന്നൊന്നും ടെൻഷൻ അടിക്കും. ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ അവനോട് ചെല്ലാം നീ ഒരു മോട്ടിവേഷൻ ചാനൽ തുടങ്ങുന്നത്, കാരണം ഓനിക്ക് ആകെയുള്ള കൈമാറി ഭയങ്കര മോട്ടിവേറ്റ്. ഓൻ്റെ ഓരോ ലൈഫ് സ്റ്റൈലും ഓൻ്റെ ഇത് കാണുമ്പോ നമുക്ക് തന്നെ ഇല്ലേ ഭയങ്കര ഇൻഫ്ലുവൻസ് ആവും. ഇങ്ങനെ ആയിരുന്നു മതിയായിരുന്നു എന്തായിരുന്നോ ഓനങ്ങനെയാണ്. നമുക്ക് എന്ത് ബേജാറുണ്ടെങ്കിലേ വലിയ എന്തെങ്കിലും കഥ പോയിട്ട് ഓനോട് പറഞ്ഞു എനിക്കത് സില്ലി, നമ്മൾ ആ സില്ലി ആക്കിയിട്ട് കേൾക്കുമ്പോ നമുക്ക് സമാധാനമാണ്. അത്ര ചെറിയ കഥ തന്നെയല്ലേ, അതെങ്ങനെ നിനക്ക് അങ്ങനെ സാധിക്കുന്നു? അതിന് പ്രത്യേകിച്ച് ഒരു കഴിവുകളെല്ലാം ഉണ്ട്. രാവിലെ എണിച്ചിട്ട് നമ്മള് അതിന് രാവിലെ എണിച്ചിട്ട് ചെല്ലാടി നീ എനിക്കിത് ഉച്ചക്കല്ല, അതെങ്ങനെ രാവിലെ ചെറിയ മാറ്റം വരുത്താറുണ്ട്. ഉച്ചക്ക് എണിച്ചിട്ട് നമ്മിങ്ങനെ യോഗ സ്നാനം ചെയ്യാം. ഇതെന്തല്ല ഗൈസ് സംഭവമില്ലേ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ പോലെ. വേദഗ്രന്ഥ അങ്ങനെ ചെല്ലുന്നത് എന്തങ്ങനെ ചെല്ലുന്നത് വേദഗ്രന്ഥവും ചെല്ലുക എന്ത് നീ പറയണോ? അതിലിങ്ങനെയുണ്ട് സില്ലാക്കാനുള്ള വേദഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത്. വേദഗ്രന്ഥവും ചെല്ലുക എന്ത് വലിയ ആൾക്കാർ ചെല്ലി വീഡിയോടാക്കുമ്പോക്കില്ലേ ഇങ്ങനത്തെ എടുത്തേക്ക് ഡയലോഗ് അങ്ങനെ നാക്കുന്നത് ഞാൻ കണ്ടിട്ട്. നീ ബാത്റൂമിനുള്ളതാ ഇങ്ങനെ ഉണ്ടാക്കില്ല, വെറുതെ അല്ല ബാത്റൂമിൽ പോയെങ്കിലും മുട്ട വെക്കാൻ പോയി അടുക്ക കൊറേ നേരം കഴിച്ച് വരുത്ത് ഇങ്ങനെ ഉണ്ടാക്കിട്ട് വരുന്ന അല്ല ഞാൻ കണ്ടിച്ചാലും നീ ഇങ്ങനെ ഉണ്ടാക്കുന്ന. നമ്മളെ വീഡിയോ ഒക്കെ ആയിട്ട് ശാരീരം വിളിച്ചിട്ടുണ്ടായിരുന്നു കള്ളന് ഇപ്പൊ കേറി ഇപ്പൊ അല്ല ഉമ്മാനെ ഇപ്പൊ കൊള്ളു. ഉമ്മ അത്ര അത്യാവശ്യത്തിന് അവനെ കാക്കുന്നുണ്ടായി. പോയിട്ടുണ്ടേ ഏത് ചങ്ങായി ബാങ്കോട് ഏതോ ചങ്ങായിന്നല്ലോ ആണ്. എപ്പെങ്കും പോവും പിന്നെ എപ്പെങ്കും നിന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിട്ടാ. അപ്പൊ നിങ്ങക്ക് ഇൻസ്റ്റാൾ എത്ര വിളിച്ചിനല്ലോ? നെറ്റ് ഇല്ലാത്തതാണ് ഇപ്പൊ പ്രശ്നം. ഫോണുണ്ടാ? ഫോണുണ്ട്, നെറ്റ് ഇല്ല. ഫോണ് വേഞ്ഞോന് അതറിഞ്ഞില്ല. ആ കഥ ചെല്ലാത്തത് അതെന്താ ചേച്ചാനോട് ചോദിക്കാത്ത നീ?
എന്തത് ഫോൺ വെക്കില്ലല്ലോ പൈസ എടുത്ത് വെച്ചിട്ട് ഫോൺ വെക്കില്ലേ